ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്താണ് ഉള്ളത്. എൻ്റെ പ്രേതാനുഭവം എന്നുള്ള വീഡിയോ ഇപ്പം 3 ആയല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ മുണ്ടക്കയത്തുള്ള ഒരു ചേച്ചി, വിലാസിനി എന്ന് പറഞ്ഞ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുടുംബത്തുണ്ടായ ഒരു സംഭവം നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾ ആരൊക്കെ വിശ്വസിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. എൻ്റെ സ്വന്തം കുടുംബത്തെ എൻ്റെ ഭർത്താവിനുണ്ടായ ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവരുടെ കൂടെയാണുള്ളത്. അവരിപ്പം ഈ കാര്യങ്ങൾ നമ്മളോടൊക്കെ പറയുന്നതായിരിക്കും. ഹായ് ചേച്ചി. ഇത് ചേച്ചിയുടെ മോനെ. നിങ്ങൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിനാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചതല്ലേ. ഈ പ്രേതകഥയുടെ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. അപ്പം എൻ്റെ കുടുംബത്തെ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വരാൻ പറഞ്ഞത്. അപ്പം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, വന്നതിന് സന്തോഷം. അതെന്നെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 3-4 വീഡിയോ ചെയ്ത എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുമ്പോൾ ആൾക്കാർ ഓർക്കും നമുക്ക് വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരിക്കുന്നത്. അപ്പം ഇത് നേരിട്ട് അനുഭവിച്ച ഒരാളുടെ അനുഭവം നിങ്ങൾ നേരിട്ട് പറയുമ്പം ആൾക്കാർക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഞാൻ വന്നതും. പിന്നെയും ചേച്ചിയുടെ മോനും വിളിച്ചിരുന്നു, ഒന്ന് വാ ഞങ്ങൾക്കിതൊന്ന് പറയണമെന്ന് പറഞ്ഞ്. അതാണ് ഇപ്പൊ വന്നതും. വന്നത് സന്തോഷം. ഒരു 21 വർഷം മുമ്പ് എനിക്ക്, അതായത് എൻ്റെ മൂത്തമകൻ കല്യാണം കഴിച്ച ഒരു കുഞ്ഞാകത്ത് ഉണ്ടായി. അവൻ സംഭവസ്ഥാനത്തില്ല. അവൻ്റെ അമ്മാവിന്റെ വീട്ടിൽ പോയിരിക്കുവാണ്. അന്ന് ഒരു ചൊവ്വാഴ്ച, ഞാൻ ഡേറ്റും തീയതിയൊന്നും ഓർക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത ഒരു ചെറുപ്പക്കാരി, എന്റെ കൂട്ടുകാരിയായിരുന്നു. അത് മരിച്ചുപോയതിന്റെ ശവടക്കിനെല്ലാം ഞങ്ങളെല്ലാം പോയി വിഷമിച്ചിങ്ങനെ വന്നിരുന്നു. അപ്പൊ കിടക്കാൻ വയ്യ, ഇരുന്നിട്ട് ഇരിക്കാൻ വയ്യ, മനപ്രയാസം. അയൽവാസിയല്ലേ. എന്നിട്ട് ഇവരെല്ലാം കാണിച്ചു. അവരുടെ കുടുംബ വീട് അങ്ങ് കുറച്ച് ദൂരെയായിരുന്നു. ഇവർ ഈ അടക്കും എല്ലാം കഴിഞ്ഞ് പെറുക്കിയിട്ട് അവിടെ ഒരു തിരി പോലും കത്തിച്ചു വെക്കാതെ അവരുടെ കുടുംബ വീട്ടിലോട്ട് എല്ലാരും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അവര് ഭാര്യയും ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നത്. ആ പിള്ളേരെ വിളിച്ചോണ്ട് ഇവരെ ബന്ധുക്കാരങ്ങ് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ആരുമില്ല. അപ്പൊ എന്റെ ഭർത്താവ് എന്നാ കാണിച്ചു, ആ സിറ്റിക്ക് അങ്ങ് പോയി. സിറ്റിക്ക് ഇപ്പൊ സന്ധ്യയായപ്പം പോയി. ഞാൻ അന്നേരം പറഞ്ഞു, ഈ മരിച്ചതൊക്കെ അയലോക്കത്തൊക്കെ ആയതുകൊണ്ട് ചേട്ടാ എളുപ്പം വരണമെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, പിന്നെ നിന്നെ അങ്ങ് പിടിച്ച് മിഴുങ്ങുമെന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങ് പോയി. 8 മണിയായി, 8:30ആയി, 9ആയി. ഈ മനുഷ്യനെ ഞാൻ കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഞാനൊരു ശബ്ദം കേൾക്കണം. അപ്പൊ എന്റെ ഇളയ മോനും മൂത്ത മരുമോളും എന്റെ പെങ്കൊച്ചു ഉള്ളൂ വീട്ടില്. എന്റെ മകന്റെ കൊച്ചിന് 1 വയസ്സേ ആയുള്ളൂ. അതാണ് ഞാൻ അത്ര കൃത്യമായിട്ട് പറഞ്ഞത്. 21 വർഷം എന്ന് പറഞ്ഞു. അന്ന് അവന് 1 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു ശബ്ദം ഞാൻ കേൾക്കണം, പല്ല് കടിക്കുന്ന ശബ്ദമാണ്. ഞാൻ അനങ്ങാതെ, അന്നും ഞങ്ങൾക്ക് കറണ്ട് ഒന്നുമില്ല. ഈ മണ്ണെണ്ണ വെട്ടത്തിൽ ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അരപ്രൈസയിലിരുന്ന് എന്റെ ഭർത്താവ് പല്ല് കടിക്കുവാണ്. പല്ലിങ്ങനെ കടിച്ചെന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കുന്നവർക്ക് ഒച്ചയാ. ഞാൻ ഞണ്ടിങ്ങി. സാധാരണഗതിയിൽ എനിക്ക് പേടിയുള്ള വ്യക്തിയല്ല. എനിക്ക് പേടി എന്നാന്നറിയില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് എതിരിടുന്ന സ്വഭാവം എന്റേത്. പല്ലങ്ങ് കടിച്ചു പൊട്ടിക്കും. ഉടനെ ഞാൻ ചെന്ന് ചേട്ടാന്ന് വിളിച്ച് ഇങ്ങനെ വിളിച്ച് തോളെ തട്ടി കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് എന്നോട് പറയുക, അനങ്ങരുത്, നിൽക്കുന്നിടത്ത് നിന്നോ, അനങ്ങരുത്. നിന്റെ ചെവി കൂടെ നിന്റെ നാക്കി ഞാനിങ്ങനെ വലിച്ചെടുത്ത് കൈകൊണ്ട് കാണിക്കുക. ഞാനിങ്ങനെ തിന്നുമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പല്ല് കടിച്ചു. ഉടനെ എനിക്ക് ഈ പിള്ളേരെ വിളിച്ചപ്പോൾ ഈ പിള്ളേരെ 3 പേരും ഭാഗത്ത് വന്ന് നോക്കിയിട്ട് അവർ പേടിച്ച് മാറിപ്പോയി. ഉടനെ ഞാൻ എൻ്റെ ഇളയ മോൻ ഈ ഇരിക്കുന്നവനോട് ഞാൻ പറഞ്ഞു, എടാ വാടാ, ചാച്ച പിടിച്ച് വലിച്ച് പെരക്കകത്ത് കയറ്റി നമുക്ക് കഥ കടയ്ക്കാം. എന്നാ സംഭവം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ എന്റെ ഭർത്താവിനെന്ന് പറഞ്ഞാൽ പേടിയെന്ന് പറഞ്ഞ ഒരു ശകലമില്ല. ആ പുള്ളിയുടെ ചെറുപ്പത്തിലെ ശവക്കോട്ടയിലെല്ലാം പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആ പുള്ളിയുടെ കൂടെ ജീവിച്ചത് കൊണ്ട് എനിക്കും പേടിയില്ല. അത്ര പേടിയില്ലാത്ത ഒരു മനുഷ്യനാ ഈ മനുഷ്യന്. ഉടനെ ഞാൻ എന്നാ കാണിച്ചു, ഞങ്ങൾ വലിച്ചെടുത്ത് ഈ പുള്ളിയെ ഈ അരപ്രൈസും താഴെ ഇറക്കിയിട്ട് ഞങ്ങൾ മുറിക്കകത്ത് കൊണ്ട് ആക്കിച്ച് ഞങ്ങൾ ബലമായിട്ട് കട്ടിലെ പോയിക്കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പല്ല് കട്ടിച്ചിട്ട് അങ്ങ് തുപ്പുക. ഇങ്ങനെ തുപ്പാൻ പറ്റുമെന്നാ ഞാൻ. എന്നിട്ട് ഈ കട്ടിലിൽ ഇവിടെ ഇങ്ങനെ ഒരു ജനലുണ്ട്. ഈ ജനലിന് ഇട്ടിരിക്കുന്ന കമ്പിയാണ് ഒരുമാതിരി നല്ല മുഴുത്ത കമ്പി. ഈ കമ്പി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് എന്റെ പൊന്നു ആരോടും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇങ്ങനെ അങ്ങോട്ട് ഈ ജനലിന്റെ കമ്പി അങ്ങ് വളഞ്ഞു. ഈ പിടിയുടെ ശക്തി കാരണം ഈ കമ്പി അങ്ങോട്ട് വളയും. അപ്പൊ ഞങ്ങൾക്കൊക്കെ പേടി. അപ്പൊ എന്റെ മൂത്ത മരുമോൾ എന്നെ കാണിച്ചു, അതിന് വന്ന് പ്രായക്കുറവാ. അതിന്റെ കെട്ടിയ സ്ഥലത്തില്ല. ഇതിങ്ങനെ ഇങ്ങനെ വിറയ്ക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് പേടിച്ചിട്ട് കെട്ടി ഒരു അമ്മായിമ്മയെ പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മരുമോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നെ അങ്ങ് പിടിച്ചിട്ട് ഇതിനിങ്ങനെ. അപ്പൊ എന്നെയും വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ പെങ്കൊച്ച് ഞാൻ നോക്കുമ്പോണ്ടല്ലോ സിമെന്റ് തറയാന്ന്. ഞാൻ നോക്കുമ്പോ ഇവള് നിൽക്കുന്നിടം അവളൊന്ന് കൊച്ചാ.
മുഴുവൻ വെള്ളം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ മൂത്രം പോവുക പേടിച്ചിട്ട്. എന്നിട്ട് ഇവന്, എൻ്റെ മോൻ, രണ്ടാമത്തെ മോനാണിത്, ഇവനും ഇവിടെ നിന്നുകൊണ്ട് മാറി നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞടാ വാടാന്ന് പറഞ്ഞിട്ട് ഇവ വരിയല്ല. ഈ പെങ്കൊച്ച് ഇങ്ങനെ മുകളിൽ പോയി സൂക്ഷ്മം. ആ സമയത്ത് മുകളിൽ നിന്ന് ഒരു എരിയും കൂടെ വീണു. അപ്പം കൂട്ടക്കാർച്ച. അപ്പം ഞാനും പേടിയില്ലാത്ത ഞാനും അങ്ങ് പിടിച്ചു. അന്നേരം ഇതിങ്ങനെ കണ്ണു ഇങ്ങനെ വെച്ച് ഈ ജനലിൻ്റെ കമ്പി ഒട്ടിക്കാൻ നോക്കി പല്ലും കടിച്ച് അനങ്ങരുത്, അനങ്ങി പോകരുത്, നിന്നെയൊക്കെ ഞാൻ തിന്നിട്ട് ചെവി കൂടെ നാക്ക് വലിച്ചെടുക്കുക എന്ന് പറയും. അപ്പം ഞാൻ ഓർത്ത് എന്ത് ചെയ്യും ഭഗവാനെ, ആ മൂത്ത ചെറുക്കനും ഇവിടെ ഇല്ല. അപ്പം തൊട്ട് ഞങ്ങൾക്ക് ഈ റബ്ബർത്തോട്ടമായതുകൊണ്ട് ഒത്തിരി അടുത്തടുത്ത് വീടില്ല, കുറച്ചങ്ങ് അപ്പുറത്തൊക്കെ വീടേ ഉള്ളൂ. അപ്പോൾ ആരെയോ അയലോക്കംകാരെ ഒന്നും വിളിക്കാനും ഇല്ല, ഒരു ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ലെന്നൊക്കെ ഓർത്ത് ഞാൻ ഈ ചക്കുളത്തമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇതിനൊരു വിടുതല തരണേ എൻ്റെ അമ്മയെ, ഞങ്ങൾ പേടിച്ചിരിക്കുക. അപ്പം ഈ കുഞ്ഞ്, എൻ്റെ മൂത്ത മോൻ്റെ കുഞ്ഞിന് 1 വയസ്സ് ആകുന്നുള്ളൂ. അവൻ തൊട്ടിൽ കിടക്കുക. അവന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുമോനെ. ഞാനപ്പം പ്രാർത്ഥിച്ച മുഴുവൻ കൊച്ചുണരല്ലേന്ന്. ഉണർന്നു കഴിഞ്ഞാൽ ഈ കൊച്ചു കരയും. കൊച്ചു കരഞ്ഞാൽ വല്യപ്പൻ എടുക്കാൻ ദിവസം സമ്മതിക്കൽ. ഈ വല്യപ്പൻ്റെ അടുത്തെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ പച്ചയ്ക്ക് കടിച്ചു മുറിച്ച് കൊല്ലുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചക്കുളത്തമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊച്ചുണരല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ പിള്ളേർ 3 പേരും എൻ്റെ അടുത്തുനിന്ന് പോകുകയില്ല. ഉടനെ ഞാൻ ഇവനോട് പയ്യെ പറയുന്നുണ്ട്, ചൂലെടുക്കെന്ന് പറഞ്ഞു. ഇവൻ അനങ്ങിയല്ല. ഉടനെ ഇങ്ങനെ തിരിച്ചു വെച്ച് നോക്കി, അനങ്ങിപ്പോകരുത് പിള്ളേർ അനങ്ങിയല്ല. ഞാൻ ഇങ്ങനെ കിടത്ത കൈ ഇങ്ങനെ വെച്ച് പയ്യെ പുറകോട്ട് നീങ്ങി ഞാൻ ഈ ചൂലയിലൊരു പിടുത്തം വിട്ടു. എന്നിട്ട് പയ്യെ ഇങ്ങനെ, ഇതൊക്കെ 2-3 മണിക്കൂർ, ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞ 3 മണിക്കൂർ നേരം എടുത്തു ഈ സംഭവം നടക്കാൻ. അപ്പം ഞാൻ ഈ ചൂലെടുത്തത് തന്നെ ഒരു 25-30 മിനിറ്റോളം എടുത്തു. അതുപോലെ പയ്യെ ചൂലെടുത്ത് മറിച്ച് ചൂലിട്ട് കാലുകൊണ്ട് തട്ടി എനിക്ക് ഒറ്റ കുനിച്ചിൽ നീ ചൂലെടുക്കേണ്ട പരുവത്തിന് ഞാൻ അങ്ങോട്ട് ഇടും. അന്നേരവും ഏതാണ്ടെല്ലാം പറയുക, ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളും എല്ലാം. എന്നെ വെച്ചിട്ട് പോയിട്ട് വിളക്കും തിരിയും കത്തിച്ചില്ല എന്നെ. അപ്പം ഞാൻ ഓർത്ത് ഈ പുള്ളിക്ക് എന്നെ പറ്റി, ആരോടേലും പറയാനുണ്ടോ, ആരെയും വിളിക്കാനുണ്ടോ? ഈ പിള്ളേർ 3 അനങ്ങാതെ നിൽക്കും. എൻ്റെ പെങ്കൊച്ചു നിന്ന് മുകളിൽ പോയി അവിടെ നിൽക്കുവാണ്, പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. എന്നിട്ട് ആ കട്ടില് ഈ ഒരൊറ്റ പോക്കിന് നമ്മൾ ഈ ഒരു സിനിമ, ഞാൻ ആ സിനിമ ഓർക്കുന്നില്ല, ശോഭന കട്ടിൽ പൊക്കിയെന്ന് പറഞ്ഞ പോലെ കട്ടിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് പോക്കി ഇങ്ങനെ എന്നിട്ട് ഒരൊറ്റ ഇടിയിലാണ് കട്ടിൽ. ആ ഇടിയിനോട് കൂടി പിള്ളേർ അതുപോലെ പൊങ്ങി പേടിച്ചിട്ട് ആ പിള്ളേരും കുത്തുന്നു താഴോട്ട്. ഞാൻ മാത്രം എന്തോ എൻ്റെ ഈ പുള്ളിയുടെ കൂടെ ജീവിച്ചതിൻ്റെ ഒരു ധൈര്യമാണോ എന്നാണോ ഞാൻ അനങ്ങാതെ അവിടെ നിൽക്കുക. ലാസ്റ്റ് ഈ പുള്ളി അങ്ങോട്ടൊന്ന് തിരിഞ്ഞ നേരത്ത് ഞാൻ ചൂലെടുത്തിട്ട് ഞാൻ ഈ പുള്ളിയെ അറഞ്ചാൻ പുറയ്ക്കു അടിച്ചു. അപ്പം എൻ്റെ പെണ്ണ് പറയുക, അമ്മ ആർക്കിട്ടാ അടിക്കുന്നത്, അച്ചക്കിട്ട് അടിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഈ എൻ്റെ സർവ്വ സങ്കടങ്ങളും എടുത്ത് ഈ ചൂലെടുത്ത് ഞാൻ 5-6 അടി അങ്ങ് അടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ അങ്ങ് നോക്കിയിട്ട് ആ കട്ടിലേലോട്ട് അങ്ങ് വീണു. ആ വീഴ്ചക്ക് ഞാൻ എന്നാ കാണിച്ചു, ഒരു തുണിക്കഷ്ണം എടുത്ത്, എൻ്റെ അനുഭവമാണ്, ഇതിനകത്ത് ഒന്നും കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒന്നുമില്ല. എനിക്കിപ്പോഴും എൻ്റെ ഭീതി ആ ഉള്ളി തട്ടിക്ക് നിൽക്കുവാണ് പേടിച്ചിട്ട്. ഒരു 5 രൂപ എടുത്തിട്ട് ഈ പുള്ളിയുടെ കയ്യിൽ, ആ തുണിക്കകത്ത് 5 രൂപ പൊതിഞ്ഞിട്ട് ഈ പുള്ളിയുടെ കയ്യെ കൊണ്ടുവന്ന് കെട്ടി. സന്ധ്യനാമ പുസ്തകം എന്ന് വേണ്ട എൻ്റെ കൈ കിട്ടിയത് മുഴുവൻ ഈ പുള്ളിയുടെ ചുറ്റിനും കൊണ്ടിട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഈ പുള്ളി അങ്ങ് കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നില്ല, പിള്ളേരെ ആ മൂത്രമെല്ലാം ഞങ്ങൾ തുടച്ച് പെറിച്ച് കളഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഈ പുള്ളി മയങ്ങി കിടന്നു കഴിഞ്ഞപ്പോഴാണ് കൊച്ചുണരുന്നത്. അപ്പം ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞു, അപ്പുറത്തെ മുറി, നിങ്ങളുടെ മുറി കൊണ്ട് കൊച്ചിന് പാല് കൊടുക്കുക, കൊച്ചു കരയരുത്, കൊച്ചു കരഞ്ഞു കഴിഞ്ഞാൽ രംഗ ഇവിടെ അങ്ങ് നിൽക്കുകയല്ല, ഞാൻ ഇറങ്ങി എൻ്റെ പോക്കിന് ഞാൻ പോകുമെന്ന് പറഞ്ഞു. പെണ്ണ അതുപോലെ തന്നെ കൊച്ചിനെ കൊണ്ട് പോയി. കൊച്ചു ഏതായാലും കരഞ്ഞില്ല, അവിടെ ഇരുന്നു. എൻ്റെ പെങ്കൊച്ച് കുത്തിയിരുന്നു, നേരം വിളിപ്പിച്ചു. അതിനിടെ ഞങ്ങൾക്ക് ലാൻഡ് ഫോണുണ്ട്. ഇവൻ ഈ ഇളയ മോനെ ഇടയ്ക്കിടയ്ക്ക് ഈ നോട്ടം മാറുമ്പം വലിയവനെ പോയി വിളിക്കും, ഫോൺ വിളിക്കും. നീ അവിടെ ഇരുന്നോ, ഞങ്ങൾ പേടിച്ചിട്ട് മരിക്കുവാണ്, ഇപ്പം മരിച്ചു തീരുവാണ് എന്ന് പറഞ്ഞ് ഇവൻ പോയിടത്താണെങ്കിൽ അമ്മാവനും അപ്പച്ചിയും എല്ലാം കൂടെ ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ വണ്ടി പിടിച്ചു വരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഒന്ന് മയങ്ങി. എന്നിട്ട് അത് കഴിഞ്ഞ് നേരം വെളുത്തെഴുന്നേറ്റ് ഈ കമ്പിയെല്ലാം വലിച്ചു വളച്ച മനുഷ്യനല്ലേ, ഞാൻ ഓർത്ത് വല്ല ആശുപത്രിയിലും കൊണ്ടുപോകേണ്ടി വരും നേരം വെളുത്തെന്ന് ഓർത്തു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നും പറമ്പിലിറങ്ങി ഒരു പണി ഉണ്ട്. ആ പുള്ളി ഇറങ്ങി കടും കാപ്പിയും കുടിച്ചിട്ട് പറമ്പിലിറങ്ങി പണിതു. അപ്പം കാപ്പി കൊണ്ടു കൊടുക്കാൻ പേടി, ഈ പിള്ളേർക്ക് പുള്ളിയെ നോക്കാൻ പേടി. ചാച്ച അപ്പുറത്തോടെ വരും, പിള്ളേർ ഇപ്പുറത്തോടെ എൻ്റെ അടുത്ത് വരും. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലാത്തൊരു സംഭവം, എൻ്റെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ പുള്ളിയൊക്കെ കൈക്കൊരു വേദനയോ ഈ ഒരു കാര്യം പറയുമോ എടുക്കും.
ഞാൻ എന്നിട്ട് ചോദിക്കും, ചേട്ടാ കൈക്ക് വേദനയുണ്ടോ? നീ ഒന്ന് പറഞ്ഞ് വേദന എടുപ്പിക്കാതിരുന്ന എനിക്ക് ഒരു വേദനയില്ല, തമ്പുരാന്റെ ഇഷ്ടം കൊണ്ടാ എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ പുറകെ നടക്കും ഒരു 10 മണി വരെ. കൈക്ക് വേദനയുണ്ടോ? ഡോക്ടറെ കാണിക്കണം, ഇത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ പിടിച്ചു നോക്കും, നീരോ വല്ലോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിട്ട് ആ സൈസ് കമ്പി പിടിച്ചു വലിച്ചു വളച്ചു. ആ കട്ടിലാണെങ്കിൽ നോക്കി നിന്നപ്പോ മിനിറ്റ് കൊണ്ട് കട്ടിൽ പൊക്കിയിട്ട് അതുപോലെ തന്നെ താഴോട്ട് വിട്ടു. എങ്ങനെ ആ ഡൗൾക്കോട്ട് കട്ടിൽ ഈ 2 വിരലും കൊണ്ട് പൊക്കി എന്ന് എനിക്കറിയത്തില്ല. ഇന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് സത്യം പരമാർത്ഥമുള്ള ഒരു കാര്യമാണ്. ആ പുള്ളി മരിച്ചുപോയി, മരിച്ചിട്ട് 4 വർഷമായി. ഈ മരിക്കുന്നിടം വരെ ഈ പുള്ളി ഈ കാര്യം സമ്മതിച്ചിട്ടുമില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞത് വേറെ വല്ലതും പടിയും നോക്കാൻ പറയും. ഇത് പറഞ്ഞു വരുമ്പോൾ അപ്പൊ പിള്ളേർ പെങ്കൊച്ചു പറയുന്നു, എൻ്റെ മകൻ പറയുന്നു. അന്നത്തെ രാവിലെ മൂത്ത മകൻ വന്നു. ഈ മൂത്ത മകനോട് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. പിന്നെ ചാച്ചക്കല്ലേ പേടി കിട്ടുന്നത് എന്നിവ പറഞ്ഞു. അവനും ഇന്ന് വരെ വിശ്വസിച്ച. പക്ഷെ അവൻ കണ്ടിരുന്നെങ്കിൽ അവൻ 100 സ്ഥലം വിട്ട് തന്നെ അവൻ്റെ വെമ്പ്രവത്തെയും കൊച്ചിനെ എടുത്ത്. അവൻ ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ല. അവൻ്റെ ഭാര്യ പറയുന്നു, ഇന്നും ആ പെണ്ണിനെ അത് പറയുമ്പോൾ ഇന്നും ആ ഒരു പേടിയും വിറയലും ഉണ്ട്. എൻ്റെ മരുമകൾക്ക്, മൂത്ത മരുമകൾക്ക്. അത് പിന്നെ ഈ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. ആ പുള്ളി രാത്രിക്കൊക്കെ സഞ്ചരിക്കുന്ന മനുഷ്യനാ. എവിടെ തൂങ്ങിച്ചത്തടത്തും അവിടെ ഇവിടെ എല്ലാം പോകുന്നിടത്ത് അവിടെ പോയി കാവിലിരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന മനുഷ്യനാ. പിന്നെ ഇതെങ്ങനെ മാറിയത്? ഈ മാറി ഞങ്ങൾ അക്കുളത്ത് പോയി. ഞാനിതൊന്നും പറഞ്ഞില്ല. എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകുമ്പോൾ ഞാൻ അടപ്പാരും പുള്ളി കൂടെ വരും. അങ്ങനെ അക്കുളത്ത് പോയി ഞാൻ ആ രാധാകൃഷ്ണൻ തിരുമേനിയോട് പറഞ്ഞ് അന്നേരം ഞാൻ പറഞ്ഞു, അങ്ങനെ ചേട്ടനും അങ്ങനെ ഒന്നും കെട്ടിയാൽ ഒന്നും വിശ്വസിക്കുകയായിരുന്ന ആളല്ല, എനിക്കിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ കയറാതെ ഈ പുള്ളി കൂട്ടിക്കൊണ്ട് വന്നാലേ പുള്ളിക്ക് അറിയത്തില്ല. നിങ്ങൾ കയറാതിരിക്കട്ടെ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചെമ്പ് തകിട് തന്നു. ഇത് കയറുന്ന വഴി ആ മുറ്റത്തിൻ്റെ അവിടെ കുഴിച്ചിടാൻ പറഞ്ഞു. പുള്ളി കാണാമെന്ന് പറഞ്ഞു. പുള്ളി ഇന്ന് വരെ വിശ്വസിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ഇപ്പം ചക്കുളം, നീ എന്നും പൊങ്കാല ഇടാനല്ലേ ചക്കുളത്തിന് പോന്നേ, ഈ ഇടയ്ക്ക് നിനക്ക് ചക്കുളത്തിന് പോക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കും തന്നെ, ഈ പിള്ളേർക്ക് പെണ്ണ് ഒരെണ്ണം കെട്ടിക്കാറായി വരുന്നല്ലേ, വല്ലതൊക്കെ ആന്ന് പറഞ്ഞാൽ അതിനെ വല്ലവരും കൊണ്ടുപോകുമോ ഇല്ലല്ലോ. അതൊക്കെ പേടിച്ച് ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് മുണ്ടക്കയത്തിന് ഒത്തിരി ദൂരമുണ്ട് ചക്കുളത്തിന്. ഞങ്ങൾ ആ ചക്കുളത്ത് പോയി അമ്പലത്തിൽ പോയി ഞാൻ ആ തവിട് കൊണ്ടുവന്ന മിറ്റത്തിൻ്റെ കുഴി. എനിക്ക് വിശ്വാസമില്ല, എങ്കിലും ആ തിരുമേനി പറഞ്ഞതിൻ്റെ പേര് അതുകൊണ്ട് പുള്ളി കാണാതെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. എന്നിട്ട് അത് ഞങ്ങൾ ആ സ്ഥലം വിറ്റാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സംഭവം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ കൂടെ പറപ്പ ഇത് നടന്നതാണ്. 21 വർഷം കഴിഞ്ഞു. മോനെ, ഈ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായ കാര്യങ്ങളാണോ? അതെ. അനുഭവത്തിൽ അന്നേരം ഇതിനെല്ലാം സാക്ഷിയല്ലേ? ചേച്ചിയുടെ അനുഭവം എല്ലാവരും കേട്ടല്ലോ. ഞാനിക്ക് ആ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പം പറഞ്ഞു, അതിനെന്താ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പോകാൻ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്കിപ്പം പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി തിരക്കണം, അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. ആ വീടിന്റെ സ്ഥലത്തിന്റെ ഒക്കെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല ചേച്ചി? ഇല്ല. അപ്പം നിങ്ങളെല്ലാവരും കേട്ടല്ലോ. എനിക്ക് മാത്രമല്ല ഇങ്ങനത്തെ അനുഭവം ഉണ്ടായത്, ഇവർക്കും കുടുംബമായിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്യണം, ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളവരൊക്കെ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ഇതിന്റെ ബാലൻസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ടാറ്റാ.